ഇനി നമ്മൾ പോകുന്നത് ഗുജറാത്തിലേക്കാണ്. പെൺ സുഹൃത്തിനെ ചൊല്ലിയായിരുന്നു ആ സുഹൃത്തുക്കൾക്കിടയിലെ തർക്കം. ഒരാൾ തന്റെ കൂട്ടുകാരനെ കൊന്ന കഷണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പലവിധ കിണറുകളിലായി തള്ളി രക്ഷപ്പെട്ടു. ഗുജറാത്തിലെ നഗത്രാന എന്ന സ്ഥലം, അവിടെയാണ് ഈ സംഭവം. മുരു സ്വദേശി രമേശ് മഹേശ്വരിയാണ് മരിച്ച ആ ചെറുപ്പക്കാരൻ. അറസ്റ്റിലായത് അവന്റെ കൂട്ടുകാരൻ കിഷോറും. കുറച്ച് ദിവസങ്ങളായി ഈ രമേശ് മഹേശ്വരിയെ കാണാനില്ലായിരുന്നു. രമേശിനെ കാണാതായത് ഡിസംബർ 2-ാം തീയതിയാണ്. അങ്ങനെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംശയത്തെ തുടർന്ന് കിഷോറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ കുറ്റകൃത്യം പ്രതി സമ്മതിക്കുകയായിരുന്നു. എന്താണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നറിഞ്ഞ പോലീസ് ഞെട്ടി അക്ഷരാർത്ഥത്തിൽ. गांव में जो रमेश पुंजाबाई है, जो गुम अनाथ व्यक्ति था, उसके मित्रों के साथ, अन्य लोगों के साथ संबंधों की तपास की गई. ह्यूमन सोर्सेज के थ्रू, ह्यूमन इंटेलिजेंस के थ्रू और टेक्निकल इंटेलिजेंस के थ्रू लगातार प्रयास किए गए और लगातार प्रयास करने का परिणाम हमें प्राप्त हुआ. जानकारी प्राप्त हुई. लगातार इंट्रोगेशन करने के कारण रमेश पुंजाभाई का मित्र, जिनसे रमेश का मोबाइल फ़ोन भी रिकवर नखत्राना पुलिस ने किया, जो रमेश का शरीर था उसको वाड़ी में ही 174 सेंटीमीटर लंबाई का लगभग 2 से 2.5 फीट की गहराई का गड्ढा खोद करके उसमें प्लास्टिक की थैली में डाल करके उसमें माटी डाल दी. इसके पश्चात रमेश ने, जब पुलिस 3 तारीख को रजिस्टर करने के बाद 4 तारीख को लगातार उसको ढूंढने का प्रयास कर रही थी रमेश को, तो किशोर ने रमेश का फ़ोन पुलिस को रजू किया और पुलिस को गलत दिशा में दौड़ाने का भी प्रयास किया. പ്ലാസ്റ്റിക് കൂടുകളാക്കി കഷ്ണങ്ങളായി ആ ശരീരത്തെ അയാൾ വെട്ടി നുറുക്കിയിരുന്നു. സ്വന്തം കൂട്ടുകാരനാണ്. പക്ഷേ യാതൊരു ദാക്ഷിണ്യമില്ലാതെയായിരുന്നു കൊലപാതകം. എന്താണ് കൊലപാതകത്തിന് കാരണം? പോലീസ് അത്രമാത്രം ഞെട്ടാൻ കാരണം എന്താണ്? സ്വന്തം സുഹൃത്തിനെ കൊന്നു തള്ളാൻ പാകത്തിന് എന്താണ് ഇത്രമാത്രം അയാൾക്കുണ്ടായ പക? കാര്യം പറയാം. ഇരുവർക്കും പരിചിതയായ ഒരു യുവതി, അവളെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. അതാണ് കാരണം. രമേശും ആ യുവതിയും തമ്മിലായിരുന്നു അടുപ്പം. കിഷോർ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനിടയിൽ ആ യുവതിക്ക് സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യുവതി ഇത് രമേശിനെ അറിയിച്ചു. ഇക്കാര്യം രമേശ് കിഷോറിനോട് ചോദിച്ചതോടുകൂടി തർക്കത്തിന് തുടക്കമായി. അവിടെ മെല്ലെ മെല്ലെ പക പുകഞ്ഞ് തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ ആ പെൺകുട്ടി കിഷോറിനെ ബ്ലോക്ക് ചെയ്തതോടുകൂടി വൈരാഗ്യം അതിരട്ടിയായി. ഇതിൽ പ്രകോപിതനായ കിഷോർ രമേശിനെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കിഷോർ രമേശിനെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരാളെയും കൂടെ കുട്ടി. സുമിത് എന്നായിരുന്നു അയാളുടെ പേര്. ബാക്കി പോലീസ് പറയും. किशोर और रमेश, ये दोनों के बीच में एक महिला के साथ संबंधों को लेकर के आपसी तनाव पहले से चल रहा था. रमेश के एक महिला के साथ संबंध थे. इसकी जानकारी किशोर को प्राप्त हुई तो किशोर ने भी उस महिला के साथ संबंध रखने का प्रयास किया और उस महिला ने किशोर को इंस्टाग्राम पर ब्लॉक कर दिया. इस बात का मन दुख रखते हुए रमेश और किशोर में झगड़ा हुआ कुछ दिन पहले और उसमें बाद में आपस में बातचीत के द्वारा समाधान हुआ. किशोर की वाड़ी में जाने के लिए रवाना हुए और रास्ते में उनको विनय उर्फे सुमित, जो मरुगाई निवासी है, वो भी उनका मित्र है, वो मिला और उसको भी वो अपने साथ में वाड़ी पर ले गए. वाड़ी पर जाने के बाद में रमेश और किशोर में एक बार फिर से महिला को लेकर के बातचीत शुरू हुई और आपस में झगड़ा बढ़ गया. इसके चलते किशोर ने रमेश पर फावड़े से बारंबार वार करके उसकी वाड़ी में ही हत्या कर दी. ഒരു പെണ്ണിന്റെ പേരിൽ തുടങ്ങിയ തർക്കമാണ്. അവിടെ വെച്ചും ആ തർക്കം തുടർന്നു. ആ ഗ്രാമത്തിന് പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ തർക്കത്തിൽ എന്റെ പെണ്ണിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ താൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ അവിടെ കൊലപാതകം തുടങ്ങുകയാണ്. അതിക്രൂര കൊലപാതകം.
ശരീരഭാഗങ്ങൾ കഷ്ണം കഷ്ണമാക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി 3 കുഴൽ കിണറുകളായിട്ടാണ് ഇത് ഉപേക്ഷിച്ചത്. അതിനു മുകളിൽ വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചു. ബാക്കി ശരീരഭാഗം ആ കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപമായി കുഴിച്ചിടുകയും ചെയ്തു. सबसे पहले तो कुल्हाड़ी और धारिया की मदद से रमेश के शरीर से उसका सर अलग किया और उस सर को बाड़ी के ही 1 नंबर के बोरवेल में डाल दिया और उसके ऊपर पत्थर डाल दिया। इसके पश्चात रमेश के दोनों हाथ अलग किए और दोनों हाथों को दूसरे नंबर के बोरवेल में डाला और रमेश की चप्पल को भी उस बोरवेल में डाला। तीसरे नंबर के जो बोरवेल था उसमें उसने कुल्हाड़ी और धारिया को एक थैली में डाल करके उसमें डाल दिया और उसमें भी उसने पत्थर डाल दिए। जो लोकेशंस किशोर ने बताई थी उसकी वाड़ी में गई और वहाँ पर जा कर के सभी बोरवेल से और ये प्लेस ऑफ ऑफेंस से रमेश का धड़ भी बरामद किया है। बोरवेल से हाथ, चप्पल, शरीर के अन्य अंग, सर के पार्ट्स भी बरामद करने में नखत्राना पुलिस स्टेशन ने काम किया है। അങ്ങനെ കാര്യങ്ങളെല്ലാം എണ്ണി കിഷോർ പറഞ്ഞു കൊടുത്തു പോലീസിന് എന്തൊക്കെയാണ് സ്വന്തം കൂട്ടുകാരനെ അയാൾ ചെയ്തത് എന്ന്. ശരീരഭാഗങ്ങൾ എങ്ങനെ മുറിച്ചു, എങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കി, ഏതൊക്കെ കുഴൽ കിണറുകളിൽ, എല്ലാ കുഴൽ കിണറുകളിലും എത്തി ഇയാളെ കൊണ്ട് തെളിവെടുത്തു. അവിടെ നിന്നൊക്കെ ആ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കൂട്ടുകാരൻ്റെ കഷ്ണങ്ങളാക്കിയ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മാത്രമല്ല ചെരുപ്പ് പോലുള്ള വസ്തുക്കൾ. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാലും ഇത്രമാത്രം ക്രൂരമായിട്ടുള്ളൊരു കൃത്യം, അത് ഒരു പെണ്ണിനു വേണ്ടി കലഹം, കാമിനി മൂലം.